കോഴിക്കോടിന്റെ പ്രൗഢമായ ചരിത്രവും പാരമ്പര്യവും നെഞ്ചിലേറ്റുന്ന കുറ്റിച്ചിറയിൽ കാലത്തെ തോൽപ്പിച്ചു നിലകൊള്ളുന്ന ഒരു വീടുണ്ട്. 103 വർഷം പഴക്കമുള്ള കറാനി വീട്. ഈ വീടിന്റെ മുറ്റത്തൊന്ന് കാല് കുത്തുമ്പോൾ തന്നെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പഴമയുടെ മനോഹരമായ ആ അന്തരീക്ഷത്തിലേക്ക് കുട്ടിക്കൊണ്ടു പോകാൻ ഈ തറവാടിന് കഴിയും. ആരെയും അമ്പരിപ്പിക്കുന്ന ആ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. പഴമയുടെ ശേഖരങ്ങളാൽ സമ്പന്നമാണ് കുറ്റിച്ചിറയിലെ അബ്ദുൽ ജബ്ബാറിന്റെ 103-ലധികം വർഷം പഴക്കമുള്ള ഈ കറാനി വീട്. ഒരു മ്യൂസിയത്തിന് സമാനമായ പുരാവസ്തു ശേഖരം. 103 വർഷം പഴക്കമുള്ള ഈ വീട്ടിൽ ആ കാലത്തിനോളം പഴക്കമുള്ള വസ്തുക്കളാണ് ഏറെയും. ചുവരുകളും അകത്തളങ്ങളും അലങ്കരിക്കുന്നതാകട്ടെ കടൽ കടന്നെത്തിയ വസ്തുക്കൾ. വീട്ടിലെത്തുന്നവർക്കെല്ലാം അതിശയമാണ് ഈ കാന്തക്കല്ല്. ഈ കല്ല് മാഗ്നറ്റ് പവറുള്ള കല്ലാണ്, അയോൺ കൂടുതലുള്ള കല്ലാണ്. ഇത് വർഷങ്ങൾ ഇതിൽ കൂടുതൽ ഗൂഗിൾ പറയുന്നത് 10,000 വർഷം എന്നൊക്കെയാണ്. എത്ര എനിക്ക് ക്ലിയർ അറിയില്ല, എന്നാലും നല്ല ഒരു 1000 വർഷത്തിന് മുകളിൽ പഴക്കമാണ്. ഭൂതകാലത്തിന്റെ അടയാളങ്ങൾ വേറെയുമുണ്ട് ഇവിടെ. പണ്ട് കാലങ്ങൾ 75-100 കൊല്ലം മുമ്പുള്ള സ്ട്രീറ്റ് ലൈറ്റാണ് ഇത്. ഇതിൽ ചിമ്മിണി വിളക്കുണ്ട്. ആ ചിമ്മിണി വിളക്കിൽ ചിമ്മിണി പാരും. ചിമ്മിണിയും കോണിയായിട്ടാണ് ആൾ വരാം മുനിസിപ്പാലിറ്റിയിൽ നിന്ന്. അത് വന്ന് ചിമ്മിണി പാർന്ന് ആണ് കത്തിക്കുക. ഇതിന് നികുതി ഉണ്ട്. അന്ന് 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ബുദ്ധമതക്കാർ ഉപയോഗിച്ച മെഡിറ്റേഷൻ ബൗൾ. പഞ്ചലോഹങ്ങളാൽ നിർമ്മിച്ച പാത്രത്തിൽ മരത്തടി കൊണ്ട് കൊട്ടുമ്പോൾ സംഗീതമുണരും. പഴമയുടെ പെരുമ വിളിച്ചോതുന്ന പുരാവസ്തുക്കൾ കൊണ്ട് സമ്പന്നമാണിവിടെ. ഓരോ വസ്തുവും ശേഖരിച്ചതിന് പിന്നിൽ വർഷങ്ങളുടെ പരിശ്രമവും ചരിത്രത്തോടുള്ള അടങ്ങാത്ത സ്നേഹവുമാണെന്ന് ജബ്ബാർ പറയുന്നു. ഇഷ്ടം തോന്നാൻ കാരണം എന്താണെന്ന് എനിക്ക് തന്നെ പറയാനില്ല. ഞാൻ 86 മുതലാണ് തുടങ്ങിയത്. 1986 ഇങ്ങനെ ആയതാണ്. അത് ഞാൻ അറിയാതെ തന്നെ ആദ്യം ഞാൻ വാങ്ങിയത് 100 റുപ്യൻ്റെ ചിമ്മിണി വിളക്കാണ്. ആ വിളിക്കുമ്പോൾ ഞാൻ തുടക്കം അത് തുടങ്ങി. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ സാധനം കിട്ടിയാൽ എടുത്ത് വാങ്ങി വെക്കും. ഇപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എനിക്ക് കാണാൻ. ഇപ്പോൾ അതല്ല, ഇപ്പോൾ പുറത്തുനിന്ന് ജനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി കൊടുക്കണം. വീടൊരു പുരാവസ്തു ശേഖരമാക്കി മാറ്റുന്നതിന് പിന്തുണയുമായി പ്രിയതമയും ഒപ്പമുണ്ട്. ഞാൻ അങ്ങനെ എല്ലാം വെച്ച് കൊടുക്കുന്നതാണല്ലോ, അപ്പോൾ പിന്നെ എനിക്കെല്ലാം ഇഷ്ടമാണ്. പിന്നെ എവിടെയും ടൂർ പോയിട്ടുണ്ടെങ്കിൽ മണ്ണൊക്കെ എടുത്തു കൊണ്ടുവരും. നമ്മൾ കൊണ്ട് വെക്കും എല്ലാ സ്ഥലത്തും. പിന്നെ കുട്ടികൾ മോനും കൊണ്ടുവന്നുണ്ട്, കാശ്മീർ പോയിട്ടൊക്കെ കൊണ്ടുവന്നുണ്ട്. ഞാൻ പറയും ഇങ്ങനെ സ്ഥലം മാറ്റാൻ നമുക്ക് എല്ലാം ഒരു ഭാഗം തന്നെ അപ്പം ആവണ്ട, കുറേ ഭാഗമാവും. പിന്നെ ഇതൊക്കെ എടുത്തിട്ട് ആ ഭാഗത്തൊക്കെ വെക്കും. നമ്മളുണ്ടാവും തന്നെ. പോയ കാലത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ പുതുതലമുറയ്ക്ക് അവയെല്ലാം തൊട്ടറിയുന്നതിന് അവസരമൊരുക്കുകയാണ് ജബ്ബാർ. കാലം മാറുമ്പോൾ പഴയതെല്ലാം ഓർമ്മകളാകുന്നു. ആ ഓർമ്മകളെ കാത്തുസൂക്ഷിച്ച് പുതുതലമുറയ്ക്ക് കൈമാറുന്ന ജബ്ബാറിന്റെ ഈ ശ്രമം ചരിത്രത്തെ ജീവനോടെ നിലനിർത്തുന്നതാണ്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാട്ടിനൊപ്പം അനഘ ഹർഷൻ, ജനം.